ഹലോ മക്കളെ, നമ്മൾ കിടിലമായിട്ട് ന്യൂ എക്കണോമിക് പോളിസീസ്, പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്താണെന്ന് കണ്ട സ്ഥിതിക്ക് അത് ഏതൊക്കെയാണെന്നും കൂടെ നമ്മൾ നോക്കണം അല്ലേ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുള്ളൂ, 3 കാര്യങ്ങളുള്ളൂ. അതിൽ ഒന്നാമനായിട്ടുള്ള ആളാണ് മക്കളെ ലിബറലൈസേഷൻ. എന്താ ഇതിന്റെ മലയാളം നോക്കിയാൽ മക്കളെ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഉദാരവൽക്കരണം എന്ന് പറയും അല്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ ഉദാരവൽക്കരണം എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇത്രയുള്ള ആ പേര് തന്നെയുണ്ട്. എന്താണ് പറയുന്നത്? ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ്, ഗവൺമെന്റിന്റെ അവരിങ്ങനെ കൂട്ടി വെച്ച കുറെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് പൊട്ടിച്ച് കളയാം. അതിനാണ് എന്ത് പറയുന്നത്? ലിബറലൈസേഷൻ. നിങ്ങൾ ആ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക മക്കളെ. ലിബറലൈസേഷൻ മീൻസ് ദാറ്റ് റിലാക്സേഷൻ ഓഫ് ഗവൺമെന്റ് കൺട്രോൾ ആൻഡ് ഇൻഫ്ലുവൻസ് ഓവർ ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ എ കൺട്രി. എന്താ പറയുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ അവരുടെ ഗവൺമെന്റിന്റെ കൺട്രോളും ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസും എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. ലിബറലൈസേഷൻ. അപ്പോൾ മക്കൾ ചോദിക്കും, ഓ ഇത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിന് നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കിയ മക്കളെ, എന്താണ് മലയാളത്തിൽ പറയുന്നത്? ഉദാരവൽക്കരണം എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലും ഇളവ് വരുത്തുക. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതാണ് ഈ ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മക്കൾ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഫീച്ചേഴ്സും കൂടെ നോക്കി പോവുക. ഓക്കെ, എന്താ പറയുന്നത്? റിലാക്സേഷൻ ഓഫ് കൺട്രോൾ ഇൻ സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രീസ്. എന്താ പറയുന്നത്? പണ്ടുണ്ടായിരുന്ന സമയത്ത്, ഇപ്പൊ 1991 മുൻപ്, 1991 മുൻപ് എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു രാജ്യം വേറൊരു രാജ്യത്തിന് ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കണം എന്ന് ഇരിക്കുക. ഇപ്പൊ എന്ത് ചെയ്യുക? ഒരു കെമിക്കൽ ഇൻഡസ്ട്രി സ്ഥാപിക്കണം എന്നൊക്കെ. ഡേഞ്ചറസ് ആണ് അല്ലേ. എന്താണ്? ഒരു കെമിക്കൽ ഇൻഡസ്ട്രി സ്ഥാപിക്കണമെങ്കിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു. ഒരുപാട് നൂലാമാലകളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നിയമം മുഖാന്തരം അവർക്ക് ഇവിടെ വന്നിട്ട് ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കുന്നതിന് ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? 1991 ശേഷം ആര് കൊണ്ടുവന്നു? ന്യൂ എക്കണോമിക് പോളിസീസ് വന്നു. പുത്തൻ സാമ്പത്തിക നയങ്ങളിൽ ഒന്നാമനായിട്ടുള്ള ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം വന്നപ്പോൾ റിലാക്സേഷൻ ഓഫ് കൺട്രോൾ ഇൻ സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രീസ്. എന്താ പറയുന്നത്? ഇൻഡസ്ട്രി ഇവിടെ സ്ഥാപിക്കുന്നതിന്റെ നിയമക്കുരുക്കുകൾ എന്ത് സംഭവിച്ചു? ഇല്ലാതായി. അതിന് ഇളവുകൾ സംഭവിക്കാൻ തുടങ്ങി. ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇത്രേ ഉള്ളൂ. അടുത്ത നോക്കി, റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് താരിഫ് ആൻഡ് ടാക്സ്. എന്താ പറയുന്നത്? ഇമ്പോർട്ട് താരിഫ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറക്കുമതി തീരുവ. എന്തുകൊണ്ടാണ് ഇറക്കുമതിക്ക് തീരുവ ഒരുപാട് കൂട്ടിയത്? 1991 മുന്നേ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ, നമ്മുടെ പ്രാദേശികമായിട്ട് ഇൻഡസ്ട്രീസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. നോക്കിയേ, 1991 ശേഷം ഗവൺമെന്റിന് തോന്നി ഇനി അങ്ങനെ നോക്കിയാൽ ശരിയാവില്ല, നമ്മുടെ ഇവിടെയുള്ള ആളുകളെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടൂല. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കൂടണം െങ്കിൽ പുറത്തു നിന്നുള്ള കുറെ സാധനങ്ങൾ, പുറത്തു നിന്നുള്ള ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് എന്ത് സംഭവിച്ചു മക്കളെ? റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് താരിഫ് ആൻഡ് ടാക്സ്. ഇറക്കുമതി തീരുവ എന്ത് ചെയ്തു? കുറച്ചു. അപ്പൊ അവിടെ നിന്നുള്ള ഇമ്പോർട്ട് എന്ത് ചെയ്തു? കൂടി. ഈ ഇമ്പോർട്ട് താരിഫും ടാക്സും കൂട്ടിയാൽ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ഇറക്കുമതി കുറയൂലേ. അതെന്ത് സംഭവിച്ചു? കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പുറത്തു നിന്നുള്ള ഇമ്പോർട്ട്സ് സംഭവിച്ചു നമ്മുടെ രാജ്യത്തേക്ക്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് സംഭവിച്ചു? ഡെവലപ്മെന്റ് ഉണ്ടാവാൻ തുടങ്ങി അല്ലേ. എത്രയുള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അടുത്ത എന്താ? ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റൂൾസ്. എന്താ മക്കളെ ഫോറിൻ എക്സ്ചേഞ്ച്? ഇറക്കുമതി തീരുവയും നികുതിയും കുറയ്ക്കൽ നമ്മൾ കണ്ടു അല്ലേ. നോക്കിയാൽ വിദേശ വിനിമയ നിയമങ്ങളിൽ മാറ്റം. സാർ എന്താണ് വിദേശ വിനിമയം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നോക്കിയാൽ മക്കളെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കോൺസെപ്റ്റ് സാറ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കിയേ, ഒരു $, എന്താണ് ഒരു USD അല്ലേ, ഒരു USD കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഇന്ത്യൻ രൂപ കൊടുക്കണം എന്നതാണ് എന്തിന്റെ കണക്ക് മക്കളെ? ഈക്വൽ ടു എത്ര, ഹൗ മച്ച് ഇന്ത്യൻ റുപ്പീസ് അല്ലെ, ഹൗ മച്ച് ഇന്ത്യൻ റുപ്പീസ് എന്നതാണ് എന്ത് പറയുന്നത് മക്കളെ? എന്ത് പറയുന്നത്? വിനിമയ നിരക്ക്, എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും മക്കളെ? ഇവിടെ എന്താ സംഭവിച്ചത്? വിദേശ വിനിമയ നിയമങ്ങളിൽ മാറ്റം സംഭവിച്ചു. അവിടെ നിന്നുള്ള ക്യാപിറ്റൽ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നുള്ള എക്സ്ചേഞ്ച് റേറ്റിന്റെ നിയമങ്ങൾ മാറ്റം സംഭവിക്കണം. എന്നാൽ മാത്രമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രേഡ് സംഭവിക്കുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാപിറ്റൽ എക്സ്ചേഞ്ച് ആവുള്ളൂ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതാണ് അടുത്ത പോയിന്റ്. ലിബറലൈസേഷൻ പറയാണ് ഗവൺമെന്റിനോട്, വിദേശ വിനിമയ നിയമങ്ങളിൽ നിങ്ങൾ ഇത്ര റിജിഡ് ആവരുത്, എന്ത് ചെയ്യുക? കുറയ്ക്കുക. അവിടെയുള്ള ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ്, അവിടെയുള്ള ഡോളർ നമുക്ക് ആവശ്യമാണ് എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ആ നിയമങ്ങളിൽ കുറച്ചൊക്കെ റിലാക്സേഷൻ കൊണ്ടുവരിക. സ്വാഭാവികമായിട്ടും കുറെ ക്യാപിറ്റൽ നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകാൻ അത് കാരണമായിട്ടുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയ വിപണി നിയന്ത്രണം നിർത്തലാക്കൽ. നോക്കിയ മക്കളെ, എന്താ പറയുന്നത്? അബോളിഷൻ ഓഫ് മാർക്കറ്റ് കൺട്രോൾ. അതുവരെ മാർക്കറ്റിൽ എന്ത് വേണം, എന്ത് കൊണ്ടുവരണം, ആളുകൾ എന്ത് കഴിക്കണം എന്നൊക്കെ ഒരു പരിധി വരെ, ഒരു 80% തീരുമാനിച്ചിരുന്നത് ഗവൺമെന്റ് ആയിരുന്നു.
ഓക്കെ, അന്ന് വരെ 1991 വരെ അങ്ങനെ ആയിരുന്നെങ്കിൽ 1991 ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറയ്ക്കണമെന്ന് ആര് പറഞ്ഞു? ലിബറലൈസേഷൻ പറയാണ്. സ്വാഭാവികമായിട്ടും സംഭവിച്ചു, അബോളിഷൻ ഓഫ് മാർക്കറ്റ് കൺട്രോൾ അവിടെ സംഭവിച്ചു. മാർക്കറ്റ് വിപണി നിയന്ത്രണം ഇല്ലാണ്ടാക്കണം എന്ന് പറയാണ് ലിബറലൈസേഷൻ. ഓക്കെ, ഉദാരവൽക്കരണം. അടുത്തെന്താ? പെർമിഷൻ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ മെനി സെക്ടേഴ്സ്. എന്താ പറയുന്നത്? പല മേഖലകളിലും വിദേശ നിക്ഷേപത്തിന് അനുമതി കൊടുക്കാൻ തുടങ്ങി. പല മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു പ്രൈവറ്റൈസേഷൻ സംഭവിക്കാൻ കാരണം എന്താ? പല മേഖലകളിലും പല മേഖലയിലും വിദേശ നിക്ഷേപത്തിന്. ഇപ്പൊ ഉദാഹരണത്തിന് മക്കളെ, നമുക്ക് അവിടെ ഒരു ഡാം കെട്ടണം എന്ന് വിചാരിക്കാം. ആരുടെ സഹായം നമ്മൾ തേടിയിട്ടുണ്ട്? നമ്മൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾ, സോവിയറ്റ് യൂണിയന്റെ സഹായം തേടിയിട്ടുണ്ട് അല്ലെ? സിമ്പിൾ ആണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഉദാഹരണത്തിന് ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കണം. നമ്മൾ കണ്ടു ഫസ്റ്റ് പോയിന്റ് എന്താ മക്കളെ? ഇൻഡസ്ട്രിയാണ്. വ്യവസായശാലകൾ ഇവിടെ നിയമിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ എടുത്ത് കളയുക. സ്വാഭാവികമായിട്ടും അവിടെയുള്ള രാജ്യത്തുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യൂലേ. നോക്കിയേ ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ, പല മേഖലകളിലും വിദേശ നിക്ഷേപത്തിന് അനുമതി കൊടുത്തു. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എന്തുണ്ട്? ആർമി നോക്കിയ മക്കളെ, ആർമി, ഇന്ത്യൻ റെയിൽവേ, അതുപോലുള്ള ഊർജ്ജം, എനർജി, അതിലൊന്നും ഇല്ല. ആണവ റിയാക്ടർ, അതിലൊന്നും ഇല്ല. ഏതിലൊക്കെ ഉള്ളത്? ചില ഏരിയാസിൽ ബാങ്കിങ് ആയിക്കോട്ടെ, ബാങ്കിങ് മേഖല സർവീസ് സെക്ടർ ആണല്ലോ, അങ്ങനത്തെ കാര്യത്തിലേക്ക് വിദേശ നിക്ഷേപത്തിന് അനുമതി കൊടുത്തു എന്നാ പറയുന്നത്. ചില മേഖലകളിൽ ഇപ്പൊ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ ഉണ്ട് അല്ലേ? നമ്മുടെ ആർമി വിദേശത്ത് കൊടുത്താൽ ശരിയാവില്ല. അപ്പൊ ചില തന്ത്രപ്രധാനമായ ഏരിയകൾ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള മേഖലകളിലേക്ക് എന്ത് സംഭവിച്ചു? വിദേശ നിക്ഷേപത്തിന്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് അനുമതി കൊടുത്തു. അപ്പൊ ഇവിടെ നല്ല റോഡുകൾ വരാൻ തുടങ്ങി. അപ്പൊ മക്കൾ ചിന്തിക്കും അല്ലേ, കുറെ റോഡുകളൊക്കെ മോശമാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, ചില നല്ല വലിയ കാര്യങ്ങൾ, ഇപ്പൊ നാഷണൽ ഹൈവേ ഒക്കെ വരുന്നത് കുറെ കാര്യങ്ങളൊക്കെ എന്തുണ്ട്? നമ്മുടെ വിദേശ നിക്ഷേപത്തിന്റെ ഒരു പ്രസൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലെ? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പലതും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ആലോചിച്ച് നോക്കുക. വിദേശ നിക്ഷേപത്തിന് അനുമതി കൊടുത്തു അല്ലെ? ഇത്രയേ ഉള്ളൂ. റെഡ്യൂസ്ഡ് ഇൻ ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ദ ബേസിക് ഇൻഡസ്ട്രീസ് ആൻഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. എന്താ ബേസിക് ഇൻഡസ്ട്രീസ് ആൻഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്? നമുക്കറിയാം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെ പല സാധനങ്ങളും എന്താണ്? ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് അല്ലെ? ഈ കാര്യങ്ങളിലേക്ക് എന്തുണ്ട്? വിദേശ നിക്ഷേപം വന്നു. നല്ല നല്ല ഫെസിലിറ്റീസ് നമുക്ക് കിട്ടാൻ തുടങ്ങി. നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ്, നല്ല സ്കൂളുകൾ അല്ലെ? സിമ്പിൾ ആണ്. എഡ്യൂക്കേഷൻ സെക്ടറൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ആവാൻ കാരണം എന്താ? വിദേശത്ത് നിന്നുള്ള നിക്ഷേപങ്ങളാണ്. ഇപ്പൊ ബൈജൂസിന്റെ കാര്യം എടുത്താൽ ബൈജൂസൊക്കെ ഇപ്പൊ തകർന്നു. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? ബൈജൂസിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സാധ്യമായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എഡ്യൂക്കേഷണൽ സെക്ടർ എന്ത് ചെയ്തു? വളരാൻ തുടങ്ങി. അതുപോലെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ എന്ത് ചെയ്തു? വളരാൻ തുടങ്ങി. അതുപോലെ ഹെൽത്ത് സെക്ടർ എന്ത് ചെയ്ത് വളരാൻ തുടങ്ങി അല്ലേ? അതുപോലെ നമ്മളെ അടിസ്ഥാന സൗകര്യങ്ങളിൽ സർക്കാരിന്റെ പങ്ക് കുറച്ചു. എന്ന് വെച്ചാൽ എന്താ മക്കളെ? പ്രൈവറ്റൈസ് ചെയ്തു. സ്വകാര്യ വ്യക്തികൾക്ക് അതിന്റെ മാക്സിമം ബെനിഫിറ്റ് ഒക്കെ അവരെ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഗവൺമെന്റിന്റെ റോൾ എന്തായി? കുറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. അത് കിട്ടിയോ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് അല്ലേ? അത് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ലിബറലൈസേഷൻ എന്താണെന്നും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഡെഫിനിഷൻ മക്കൾ ഓർത്തു വെക്കുക. ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ചിലപ്പോൾ 2 മാർക്കിന് മക്കളോട് ഷുവർ ആയിട്ട് ചോദിക്കും, എന്താണ് ലിബറലൈസേഷൻ, എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, അത് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ഡെഫിനിഷൻ എഴുതി വെക്കുക, ഫീച്ചേഴ്സ് എഴുതി വെക്കുക, പരിപാടിക്കാണ് കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അടിപൊളിയാക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക.